ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നാടോടി വ്ളോഗ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയൊരു പണി കിട്ടിയേ. അപ്പോൾ ഞാനിന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ സംഭവം കണ്ടത്. ഞാനിന്നാണെങ്കിൽ കറക്റ്റ് സമയത്ത് പോയിട്ട് മീശയും താടിയിലൊന്ന് കുറച്ച് എടുത്തിട്ട് വരികയും ചെയ്തു. കുറച്ച് വീഡിയോ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, മെമ്മറിയിലായിരുന്നു സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് SD കാർഡ് ക്രാഷ് ആയിപ്പോയി. സോ നമ്മുടെ ഫൂട്ടേജ് എല്ലാം മിസ്സായിപ്പോയി. ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ ലാംഗൻഫീൽഡ് എന്നുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെ എത്തിപ്പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി അത് ക്രാഷായി പോയത് കൊണ്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിർവാഹമില്ല. സോ ഞാൻ കുട്ടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. കുട്ടു ജർമ്മനിയിൽ വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. അപ്പം അവൾ വീട്ടിലോട്ട് വരുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. അവളുടെ വീട്ടിലും പറഞ്ഞിട്ടില്ലായിരുന്നു, നമ്മുടെ വീട്ടിലും എന്നോടല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നേ. അപ്പോൾ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു 6 മാസം മുമ്പ് ഇങ്ങോട്ട് വരാനുള്ള വിസയ്ക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടുനെ കൂട്ടാൻ വേണ്ടി ബാംഗ്ലൂർ പോയപ്പോൾ തന്നെ എനിക്ക് വിസ അവിടെ നിന്ന് ഡിസ്പാച്ച് ആയിട്ട് നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടെന്നുള്ള മെസ്സേജ് വന്നായിരുന്നു. കളക്ട് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യും, ഞാൻ വരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഹോൾഡ് ചെയ്ത് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വന്ന കാര്യം ഞാൻ കുട്ടനോട്, വിസ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ കുട്ടനോട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, പോയിട്ട് കുറച്ച് സ്കൂട്ടിക്ക് ചെറിയ പണിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മെല്ലെ പോയി. ഇല്ലെങ്കിൽ അവളും കൂടെ വരുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന പിന്നെ ഞാൻ മെല്ലെ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ബി സി റോഡ് പോയിട്ട് പാസ്പോർട്ട് മേടിക്കാൻ വേണ്ടി പോയേ. സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊറിയർ വന്നത്, ഈ പാസ്പോർട്ട് ഇതെല്ലാം കൊറിയർ വന്ന് ഞാൻ എന്ത് ചെയ്തു, സ്കൂട്ടിയുടെ ഡിക്കിക്കകത്ത് വെച്ചു. കുട്ടിനെ ഒന്ന് വിളിച്ചിട്ട് ഡിക്കിക്കകത്ത് നിന്ന് കോട്ടൊന്ന് എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചോദിക്കുവാണെങ്കിൽ അവളൊന്ന് തുറന്നു നോക്കാൻ നേരത്ത് ഈ കൊറിയർ കാണുമല്ലോ. അങ്ങനെ ഓർത്തുകൊണ്ടായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചു. അങ്ങനെ ആയിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൽ കുറച്ച് ഫുട്ടേജ് മിസ്സായിട്ടുണ്ട്. ആദ്യത്തെ ഫുട്ടേജ് എല്ലാം ഞാൻ പോയിട്ട് കളക്ട് ചെയ്തതും ഇതെല്ലാം കൂടി മിസ്സായി പോയിട്ടുണ്ട്. അവൾ വന്ന വീഡിയോസും അങ്ങനെ തന്നെ മിസ്സായി പോയിട്ടോ. എയർപോർട്ടിൽ വന്നതും അവൾ റിസീവ് ചെയ്ത വീഡിയോസെല്ലാം അങ്ങനെ മിസ്സായിപ്പോയി. സോ അതിൻ്റെ ബാക്കിയുള്ള ഫുട്ടേജ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാൻ ജൂൺ 12 ഇവിടെ എത്തി. അപ്പം ജർമ്മനി കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ജർമ്മനിലോട്ട് വന്നതിൻ്റെ ഫ്ലൈറ്റിൽ വന്നതിൻ്റെ ഫുട്ടേജ് എല്ലാം ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ അടുത്തതായിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം. എന്നാൽ വീഡിയോ കണ്ടിട്ട് വാ. ഓക്കെ. കൂട്ടോ ഇത് റെയിൻ കോട്ട് എടുക്കുമായിരുന്നു വണ്ടിക്കകത്തുനിന്ന്. നനഞ്ഞതാ? ഓഫല്ല, ഓണല്ലേ? ഇതെന്തോന്ന് റെയിൻകോട്ട്? എന്തിനാ റെയിൻകോട്ട്? വേണ്ടല്ലോ. അതിപ്പോ ഭ്രാന്ത് ഇതിൻ്റെയാണല്ലോ, ഭ്രാന്തന്മാരെ പോലെ കാണാനുള്ളതല്ലേ. മുഴുവൻ അലങ്കോളായിട്ട് എടുക്കും. വേണ്ട, ഉള്ളോണക്കല്ല എടുക്കാൻ പറ്റത്തുള്ളൂ. മിനിയാന്നോട്ട് ഒരു വിളി തുടങ്ങിയതാ, വന്നപ്പം തൊട്ട്. എൻ്റെ തില്ല, അതാണ് സംഭവം. ഓഗസ്റ്റ് 14. നല്ലെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി എത്ര ആൾക്കാരെ കാത്തിരിക്കുന്നു ഈ ഒരു ന്യൂസ് കേൾക്കാൻ വേണ്ടി? അതെന്തിന്? ഞാൻ അവിടെ പൊക്കോണ്ടിരിക്കുമ്പോൾ ജോപ്പം പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് സാധനം കിട്ടി, വീട്ടിൽ പറഞ്ഞിട്ടില്ല ആരോട്. അവളെന്നെ പറ്റിച്ചിട്ട് വന്നില്ല, അവളെ ഞാൻ പറ്റി കിട്ടുന്നു. മെസ്സേജ് നോക്കില്ലല്ലോ. മിനിയാന്ന് വന്നതാ.
എനിക്ക് തോന്നി കാണും. ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത സാധനം. തല പോലും ജീവിട്ടിലിട്ടു അവിടെ നിന്ന് ഒന്നിച്ചിട്ട് തല ജീവണ്ട, നിന്നോട് തല ജീവ ഞാൻ പറഞ്ഞു. അങ്ങനെ വിസ കിട്ടി, സന്തോഷായി. ആർക്ക് സന്തോഷമായി? എനിക്ക്. ഇതിന് സന്തോഷായോ? എനിക്ക് സന്തോഷമായില്ല. എന്താ കിട്ടിയില്ലേ നോത്തിട്ട്. വിസ കാണിക്കാൻ പാടില്ല. എല്ലാവരും വിളിച്ചു പറയട്ടെ. ആരോട് പറയും? അഞ്ചിനോട് അഞ്ചിച്ചോടും എൻ്റെ അവിടെ ജർമ്മനിയിലുള്ളവരോട് പറയണം. എത്ര ആൾക്കാർ ഇതിനു വേണ്ടി കാത്തിരുന്നറിയോ? എന്നിട്ട് എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലേ? അവിടെ ഒന്ന് വന്നേന്നും പറഞ്ഞു. അയ്യോ, അവിടെ വന്നതിന് ഞാൻ എന്ത് പറയാം? അവർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറയുന്നത് അവർക്കും മനസ്സിലായില്ല. പ്രശ്നം കഴിഞ്ഞു. എല്ലാവരും എന്നെ ബ്ലസ് ചെയ്തിട്ട് വിട്ടെ, കെട്ടിയൻ്റെ കൂടെ വരാൻ പറ്റട്ടെ. അവിടെ പോയി ഊമനെ പോലെ അഭിനയിക്കേണ്ടത് അതൊന്നുമില്ല. സ്റ്റെഫി സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അവന് നല്ലോണം അറിയാം, അവൻ മിണ്ടാത്തത് അവൻ്റെ ഇത്. അതെ, ഞാൻ ഇന്ന് രാവിലെ ചോദിച്ചോളൂ. മറ്റേ നമ്മൾ അച്ഛൻ്റെ അടുത്തുനിന്ന് ബെത്തനിന്ന് ക്ലാസ് പഠിച്ചിട്ട് കുറേ നാളായില്ലേ, അവൻ അത് കഴിഞ്ഞ് പിന്നെ പഠിച്ചിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് എത്തിയപ്പോൾ 2-3 ആഴ്ചകൾ നിർത്തിയിട്ട് എനിക്ക് തന്നെ ഓർമ്മയില്ല. എനിക്ക് എന്തെങ്കിലും ഓർമ്മ ഉണ്ടെന്ന്? ഓർമ്മയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പം പിന്നെ റൂൾസ് മാറി. ഈ യവണിൻ്റെ ഇതില്ലാതെ പോകാൻ വിസയ്ക്ക് വെച്ചാലും കിട്ടില്ല, ഗോവിതയുടെ സർട്ടിഫിക്കറ്റില്ലാതെ. അങ്ങനെയൊന്നുമില്ല. ഇതുണ്ടല്ലോ ഞങ്ങളുടെ ഹൗസ് ആൻഡ് ട്രാഡിഷന് ബേസിലാണ്. ബേസിൽ ഇപ്പം തിരക്കായിരിക്കില്ലേ, സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ ഒരു ബേസിൽ മാത്രമല്ല, എനിക്കറിയാം ആ ഒരു ബേസിൽ. എനിക്ക് എക്സ്പ്രഷൻ ഇല്ല, എനിക്ക് എക്സ്പ്രഷൻ ഇല്ല, എനിക്ക് എക്സ്പ്രഷൻ ഇല്ല, എനിക്ക് എക്സ്പ്രഷൻ ഇല്ല. അപ്പച്ചാ എവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ വന്നേ. പിടിക്കേ, എന്ത് വായിച്ചു നോക്ക് എന്തോന്ന്. ഇതിന്റെ കവർ എടുത്ത് കൊടുക്കേണ്ട ആളെല്ലാം എടുത്തോണ്ട് വന്നേ. ആ കവർ എടുത്ത് ഇതെന്തോ. അപ്പച്ചന്റെ അഭിപ്രായം എന്താ വിസ കിട്ടിയതില്? അപ്പച്ചന്റെ അഭിപ്രായം പറയൂ. വിസ കിട്ടിയതില് ഞാൻ എന്താ അഭിപ്രായം പറയണ്ടേ? അപ്പച്ചന് സന്തോഷമായോ? നമുക്ക് സന്തോഷക്കുറവൊന്നുമില്ല, നമുക്കൊരു സന്തോഷക്കുറവുമില്ല. ഒരു മോനല്ലേ ഉള്ളൂ, മോൻ അപ്പച്ചനെ വിട്ട് ഇവിടുന്ന് മാറി നിൽക്കുമ്പോ അവന് ജീവിക്കേണ്ട സാഹചര്യം അവൻ നോക്കിക്കോട്ടെ, നമുക്ക് കാര്യത്തിൽ പ്രശ്നമില്ലല്ലോ. പുതിയ വ്ളോഗർ ഒരു പരാതിയും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അപ്പച്ചൻ അഭിപ്രായം പറ. അതാ പറഞ്ഞേ, അവനവന്റെ കാര്യം നോക്കാൻ പ്രായമായി, ഇനി അവരോ നോക്കിക്കോളൂ. വീഡിയോ എടുക്കണം. തുറന്നു നോക്ക്, പിടിക്കേ, തുറന്നു നോക്ക്, തുറന്നു നോക്ക്. തുറക്കെന്ന് പറയുമ്പോ തുറക്കും. ഇനി ഒരു പേജ് ഒന്നുകൂടെ തുറക്കും, ഒന്നുകൂടെ തുറക്കും. ആ, എന്താ ആലമുട്ടി ജോസഫ്? വിസ വന്നു.
അമ്മയുടെ അഭിപ്രായം പറയാൻ കേൾക്കാൻ ഞാൻ അതിനെല്ലാം അഭിപ്രായം പറയാനുള്ളത് നേരത്തെ തീരുമാനിച്ച കാര്യം. ഇച്ചോ ഇച്ചോ അവിടെ പോയി. അപ്പം ഞങ്ങൾ മെല്ലെ വിസയെല്ലാം അപ്പച്ചനെ അമ്മേനെ എല്ലാം കാണിച്ചിട്ട് ഞങ്ങൾ മെല്ലെ ധർമ്മസ്ഥലയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയേ. വെച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മസ്ഥലയിലെ കുട്ടുവിൻ്റെ രണ്ടാമത്തെ ചേച്ചിയുള്ളു. അപ്പം ഞങ്ങളിപ്പോൾ എത്താറായേ. അഞ്ചു ചേച്ചി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ വിളിച്ചില്ല കേട്ടോ. വിളിക്കാതെ നേരെ ഇങ്ങോട്ട് പോരുകയോ ചെയ്ത്. അങ്ങനെ രണ്ടാമത്തെ ചേച്ചിയുടെ കൂടെ എത്തിയിരിക്കുന്നു. ആരത്? ഇതാരാ? ആവി നിന്നെ പറ്റിക്കാൻ വന്നതാണ്. കാണട്ടെ, അഞ്ചിനെ കാണിക്കട്ടെ. ജർമ്മനിലെ ആന്റിയാ. ജർമ്മൻ ആന്റി. അവനെ കാണുന്നുണ്ട്. എന്ത് കാണുന്നുണ്ട്? എല്ലാരും കാണുന്നു. ചുങ്കോ ഇപ്പൊ ഇതിലില്ലേ? കളിക്കടാ. ശരിക്കും ശീലാക്കി കൊടുക്കുന്നു. വായി വെക്കരുത്. അവിടെ എഴുത്. വായിലിടാൻ നോക്കല്ലേ. 360 ഡിഗ്രി കറങ്ങും. 360 ഡിഗ്രി കറങ്ങുന്ന ഒരു കൊച്ചു നോക്ക്. ഇത്